ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാരഡി ഗാനം പാടി സർക്കാരിനെ വിമർശിച്ച രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി ബൃന്ദ കാരാട്ട്. പോറ്റിയെ സോണിയാഗാന്ധിയെ കാണിച്ചത് ആരപ്പ എന്ന മറുപാട്ടുപാടിയാണ് മറുപടി. വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. അതേസമയം ശബരിമല സ്വർണം കട്ടവരാണ് CPIM എന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. CPIM-BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായി പ്രധാനമന്ത്രി സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നും രാഹുൽ ആരോപിച്ചു. Rahulji said Gol Araju. He talked about Sabrimala gold. Pottiye Soniyaye Kanichada Arappa. What does it mean? Pottiye Soniye Kanichada Arappa. There is a photograph in which all the main accused in the case. I want to ask Rahulji, how much money was collected by your party for the Wayanad victims? How much? Where has that money been spent? How is it that not a single house has been built? Not a single house. ജെയ്സൺ ചാമവളപ്പിലും അഭിജിത്ത് മുഴക്കുന്നും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ജെയ്സണിലേക്കാണ്. ജെയ്സൺ, രാഹുൽ ഗാന്ധിയുടെ കേരള പ്രചാരണത്തിൽ മുഴുവനായി നമ്മൾ കാണുന്നത് രണ്ട് വിഷയങ്ങളിലുള്ള ഫോക്കസാണ്. അതൊന്ന് ഡീലുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ഡീലുണ്ട് എന്ന വിമർശനവും കടുപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതിന് മറുപടി ഇടത് ക്യാമ്പിൽ നിന്നുണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയെത്തിയത് എങ്ങനെ എന്ന ചോദ്യം ഇടത് ക്യാമ്പിൽ നിന്നുണ്ടാകുന്നു. ബൃന്ദ കാരാട്ടൊക്കെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ സജീവമായി രംഗത്തിറങ്ങുന്നു. ഇടത് ക്യാമ്പിൽ നിന്നുള്ള രാഷ്ട്രീയ മറുപടികൾ, വിവാദം എങ്ങനെ മുന്നോട്ട് പോകുന്നു ജെയ്സൺ? രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാരഡി ഗാനം ഉയർത്തിക്കൊണ്ട് CPM-എതിരെ ആഞ്ഞടിച്ചത്. അതിന് മറുപടിയായാണ് ഇപ്പോൾ ബൃന്ദ കാരാട്ട് മറ്റൊരു രീതിയിലുള്ള പാരഡി ഗാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോറ്റിയെ സോണിയാഗാന്ധിയെ കാണിച്ചത് ആരപ്പ എന്ന് പലതവണ വാർത്താസമ്മേളനത്തിൽ ആവർത്തിച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ് ഈ പാരഡി ഗാനം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതോടൊപ്പം തന്നെ 2 MP-മാരുടെ സാന്നിധ്യം ഈ സമയത്തുണ്ടായിരുന്നു എന്ന ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, വയനാട് ദുരന്തബാധിതർക്ക് പാർട്ടി പിരിച്ച പണം എവിടെയെന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്കും കൂടി ഉത്തരവാദിത്തമുണ്ടെന്നടക്കമുള്ള നിരവധി ഗുരുതരമായ വിമർശനങ്ങളും ആരോപണങ്ങളുമായിട്ടാണ് ഇന്ന് ബൃന്ദ കാരാട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഡീൽ ആരോപണം എന്ന് പറയുന്നത് നുണപ്രചരണത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഡീലുള്ളത് BJP-യും UDF-ഉം തമ്മിലാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളും ബൃന്ദ കാരാട്ട് ഉയർത്തിയിട്ടുണ്ട്. റിജിത്ത്, ശരി. ജെയ്സൺ ചാമവളപ്പിൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, രാഹുലിന്റെ പ്രചാരണം തുടരുകയാണ്. അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നു. അത് ഡീലിൽ തന്നെയാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെയാണ്, മലബാർ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം. അതിന്റെ വിവരങ്ങൾ അഭിജിത്ത് മുഴക്കുന്നു. സംസ്ഥാനത്ത് BJP CPM ഡീലുണ്ട് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഈ ആരോപണം കൂടുതൽ ശക്തമാക്കി തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയമാക്കി ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ അറിയാം, ഏറ്റവും പ്രധാനമായി CPM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം, ഇതാണ് രാഹുൽ ആവർത്തിച്ച് പറഞ്ഞത്. എങ്ങനെയാണ് തീവ്ര വലതുപക്ഷമായ BJP-യുമായി CPM-ന് ചേർന്ന് പോകാൻ കഴിയുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ ഈ ഡീലിനെ, അത് സ്വർണ്ണക്കൊള്ളയുമായി ചേർത്ത് വയ്ക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. അതിൽ അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസ സംരക്ഷകരാണ് BJP എന്നുള്ളതാണ് അവരുടെ അവകാശം. അങ്ങനെയുള്ള അവർ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു, പക്ഷേ അദ്ദേഹം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇവിടെ വീണ്ടും ഒരു CPM, ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് BJP-യുടെ ആഗ്രഹം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, CPM ഭരിക്കുന്ന ഒരു സർക്കാരിനെ കൃത്യമായി തന്നെ BJP-ക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ UDF-ന്റെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ നിയന്ത്രിക്കാൻ അത് BJP-ക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഡീൽ, അത് CPM-ഉം BJP-യും തമ്മിൽ നടക്കുന്നത്. എങ്ങനെയാണോ ട്രംപ് നരേന്ദ്രമോദിയെ അധികാര വരുതിയിലാക്കുന്നത്, നിയന്ത്രണത്തിലാക്കുന്നത്, അതിന് സമാനമായ രീതിയിലാണ്
മോദി പിണറായി വിജയനെ വരുതിയിലാക്കുന്നത് എന്നുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും അടക്കമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും അദ്ദേഹം വേദിയിൽ പരാമർശിച്ചു. ഇത്തരം CPM നിന്ന് വന്ന ഇത്തരം ആളുകൾ അവർ UDF-ന്റെ വേദിയിലേക്കാണ് വരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതാണ് എന്ന കാര്യം കൂടി രാഹുൽ ഗാന്ധി ഏതായാലും പറയുന്നുണ്ട്. വലിയ ജനക്കൂട്ടമാണ് എന്ന് കണ്ണൂരിൽ ഉണ്ടായത്, TK പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായത്. നിരവധി UDF പ്രവർത്തകർ ഇവിടേക്ക് വരികയും ചെയ്തു. അതിന്റെ തുടർ പരിപാടികളുള്ളത് കോഴിക്കോടാണ്. കല്ലാച്ചിയിൽ നിന്ന് ആരംഭിച്ച് വിവിധ മണ്ഡലങ്ങളിലൂടെയാണ് ഏതായാലും ഈ യാത്ര കടന്നു പോവുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി നൽകിയത് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവർ എത്തിയത് എന്നുള്ളതാണ്. എന്നാൽ കണ്ണൂരിൽ അതിനൊരു മറുപടി രാഹുൽ ഗാന്ധി നൽകിയില്ല. എന്നാൽ ഇനി അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും, കോഴിക്കോട് നടക്കുന്ന പരിപാടികളിൽ എവിടെയെങ്കിലും ഇതിനൊരു മറുപടി കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും.